ഗ്രന്ഥശാലകൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രന്ഥശാലകൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. 4 ജില്ലാതല ആശുപത്രികളിൽ ഗ്രന്ഥശാല സ്ഥാപിച്ചു. അത് പക്ഷേ രാജ്യത്ത് തന്നെ ആദ്യ സംഭവമായിരിക്കാനാണ് സാധ്യത. ഓഡിറ്റ് ഒബ്ജക്ഷൻ നിങ്ങൾക്ക് അങ്ങനെ ഗ്രന്ഥശാല സ്ഥാപിക്കാൻ, ലൈബ്രറികൾ ആശുപത്രികളിൽ സ്ഥാപിക്കാൻ റൈറ്റ് ഇല്ല എന്നുള്ള ന്യായമാണ് ഓഡിറ്റർമാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ പ്രയാസം നമ്മൾ നേരിട്ടു. അത് ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തിയത് ആശുപത്രി സൂപ്രണ്ടുമാരെ തന്നെയാണ്. കാരണം അവരാണല്ലോ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ. അതിൽ വളരെ കൗതുകമുള്ള ചോദ്യം ഒരു ഓഡിറ്റർ സൂപ്രണ്ടോട് ചോദിച്ചു. സൂപ്രണ്ട് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് നിർദ്ദേശിച്ചത് പ്രകാരം തന്നെയാണ് ഈ പദ്ധതി ഏറ്റെടുത്തത്. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റാണ് ഇപ്പോൾ നമ്മൾ ഈ നടപ്പാക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾക്ക് ഈ പ്രോജക്റ്റ് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അത് ഈ വർഷം നമ്മൾ വളരെ വെല്ലുവിളിച്ച്, കാരണം ഈ അലമാരയുടെ ഒരു വിഷയം നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ട് നമുക്ക് നേരിടേണ്ടി വന്നു. വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധൻ സ്വാഗതം പറഞ്ഞു. വള്ളിക്കാവ് മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ശ്രീകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രാജീവ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ഷെറിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ദീപ്തി രവീന്ദ്രൻ, സുരേഷ് താനുവേലി, സുനിത അശോക്, അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ, നിഷ ജയകുമാർ, ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ ഫൈസൽ അഹമ്മദ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജയപ്രകാശ് മേനോൻ, സെക്രട്ടറി വി വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.